ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഓഫർ ഓഹരി. നിഫ്റ്റിന്ന് ക്ലോസ് ചെയ്തിരിക്കുന്നത് 22,194 ലെവലാണ്. അപ്പോൾ നമ്മളിത് കഴിഞ്ഞ ദിവസം തന്നിരുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ ലെവൽസ് ആണ് 22,093 22,099. അപ്പോൾ ഇന്ന് നമുക്ക് കാണാൻ സാധിക്കും മാർക്കറ്റ് ആ ഒരു ലെവലിൽ ടച്ച് ചെയ്തിട്ടാണ് ഓപ്പൺ ചെയ്തത്. അതിനുശേഷം ആ ഒരു ലെവലിൽ തന്നെ സപ്പോർട്ട് എടുത്ത് നല്ല രീതിയിൽ മാർക്കറ്റ് കയറിപ്പോയിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ നമുക്ക് നാളത്തേക്ക് വേണ്ടിയുള്ള ലെവൽസ് മാർക്ക് ചെയ്യാം. അപ്പോൾ നാളത്തെ ലെവൽസ് എന്ന് പറയുന്നത് ആദ്യം നമുക്ക് ഇൻസ്റ്റിറ്റ്യൂഷൻ ലെവൽസ് മാർക്ക് ചെയ്യാം. അപ്പോൾ നാളത്തെ ലെവൽ എന്ന് പറയുന്നത് 22,140 അതുപോലെ തന്നെ 22,134 ആണ്. അപ്പോൾ കൂടെ കാണാൻ സാധിക്കും മാർക്കറ്റ് ആ ഒരു ലെവലിൽ ടച്ച് ചെയ്ത് ബൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അടുത്ത ദിവസവും ഈ ഒരു ലെവലിൽ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ തിരിച്ചു കയറാൻ ചാൻസ് ഉണ്ട് മാർക്കറ്റ്. അതല്ലെങ്കിൽ അത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത ലെവൽ വരെ വരാനും ചാൻസ് ഉണ്ട്. ഇനി നമുക്ക് ട്രെൻഡ് ലൈൻ മാർക്ക് ചെയ്യാം. ഇവിടെ കണക്ട് ചെയ്ത് നമുക്ക് നല്ലൊരു ട്രെൻഡ് ലൈൻ മാർക്ക് ചെയ്യാവുന്നതാണ്. അതുപോലെ നമുക്ക് താഴെ നിന്നും ഒരു ട്രെൻഡ് ലൈൻ മാർക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ അടുത്ത ദിവസം മാർക്കറ്റ് ഈ ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ വീണ്ടും ആ ഒരു ട്രെൻഡ് ലൈൻ റീടെസ്റ്റ് ചെയ്ത് നോക്കാം. അത് റീടെസ്റ്റ് ചെയ്ത് തിരിച്ച് കയറാണെങ്കിൽ അപ്പ് സൈഡ് വരെ പോകാൻ ചാൻസ് ഉണ്ട്. അതല്ലെങ്കിൽ മാർക്കറ്റ് ഇപ്പോൾ താഴേക്കാണ് ബ്രേക്ക് ഔട്ട് ചെയ്യണമെങ്കിൽ വീണ്ടും റീടെസ്റ്റ് ചെയ്തിട്ട് നമ്മുടെ ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ലെവൽ വരാൻ ചാൻസ് ഉണ്ട്. ആ ലെവലും ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ മാർക്കറ്റ് നല്ല രീതിയിൽ താഴേക്ക് പോകാൻ ചാൻസ് ഉണ്ട്. ഇനി മാർക്കറ്റ് ഈ ഒരു ലെവലിൽ ഈ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷൻ ലെവൽ ടച്ച് ചെയ്ത് തിരിച്ച് അപ്സൈഡ് കാണിക്കാമെങ്കിൽ നമുക്ക് ബൈ എടുക്കാവുന്നതാണ്. തിരിച്ച് ഈ ഒരു ലെവൽ വരെ പോകാനും ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ ലെവൽസ് ഒന്ന് ജസ്റ്റ് ഒന്ന് വാച്ച് ചെയ്ത് നോക്കാം. ഇനി അടുത്തത് ബാങ്ക് നിഫ്റ്റി ആണ്. ബാങ്ക് നിഫ്റ്റി നമ്മൾ കഴിഞ്ഞ ദിവസത്തെ ട്രെൻഡ് ലൈനിൽ ചെറിയൊരു മാറ്റം വരുത്തിയാൽ മതി. ജസ്റ്റ് ഒന്ന് മുകളിലേക്ക് അയച്ചാൽ മതി. അതുപോലെ ഈ ഒരു ട്രെൻഡ് ലൈൻ ചേഞ്ച് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഒരു ട്രയാങ്കിളിൻ്റെ ഉള്ളിലാണ് ഇപ്പോൾ ബാങ്ക് നിഫ്റ്റി ട്രേഡ് നടക്കുന്നത്. അപ്പോൾ ഈ ഒരു ലെവൽ ബ്രേക്ക് ഔട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ വീണ്ടും റീടെസ്റ്റ് ചെയ്ത് ഈ ഒരു ലെവൽ വരെ പോകാൻ ചാൻസ് ഉണ്ട്. അതല്ല താഴേക്കാണ് ബ്രേക്ക് ഔട്ട് നടക്കണമെങ്കിൽ വീണ്ടും റീടെസ്റ്റ് ചെയ്ത് 46,092 ലെവൽ വരെ വരാനും ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ ലെവൽസും ഒന്ന് വാച്ച് ചെയ്ത് നോക്കാം. ഇനി അടുത്ത് നമ്മൾ നാളത്തേക്ക് വേണ്ടി സെലക്ട് ചെയ്തിരിക്കുന്നത് 2 സ്റ്റോക്സുകളാണ്. ആദ്യത്തെ സ്റ്റോക്ക് ജിയോഫിൻ ആണ്. അപ്പോൾ ജിയോഫിൻ നമുക്ക് ആദ്യം ട്രെൻഡ് ലൈൻ മാർക്ക് ചെയ്യാം. ഈ ഒരു ലോയിൽ നിന്ന് ഈ ഒരു ലോ കണക്ട് ചെയ്ത് ട്രെൻഡ് ലൈൻ മാർക്ക് ചെയ്യാം. അതിനുശേഷം ഈ ഒരു ഹൈന്ന് ഈ ഒരു ഹൈ കണക്ട് ചെയ്ത് മറ്റൊരു ട്രെൻഡ് ലൈനും മാർക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ അടുത്ത ദിവസം താഴേക്കാണ് ബ്രേക്ക് ഔട്ട് എടുക്കണമെങ്കിൽ റീടെസ്റ്റ് ചെയ്ത് താഴേക്ക് വരാണെങ്കിൽ നമുക്ക് സെല്ലിലേക്ക് പോകാവുന്നതാണ്. അതല്ല ഇപ്പോൾ അപ്പ് സൈഡാണ് ബ്രേക്ക് ഔട്ട് എടുക്കണമെങ്കിൽ റീടെസ്റ്റ് ചെയ്ത് നോക്കാം. റീടെസ്റ്റ് ചെയ്ത് വീണ്ടും ഒരു അപ്പ് സൈഡ് കാണിക്കുകയാണെങ്കിൽ നമുക്ക് ബൈയിലേക്ക് പോകാവുന്നതാണ്. അപ്പ് സൈഡിലേക്ക് പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതാണ് ജിയോഫിൻ്റെ നാളത്തേക്കുള്ള ലെവല്. ഇനി അടുത്ത സ്റ്റോക്സ് എന്ന് പറയുന്നത് BHEലാണ്. BHEയിൽ നമുക്ക് ഇവിടെ നിന്ന് ഒരു ട്രെൻഡ് ലൈൻ മാർക്ക് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഇവിടെ നിന്ന് കണക്ട് ചെയ്ത് മറ്റൊരു ട്രെൻഡ് ലൈനും മാർക്ക് ചെയ്യാം. അപ്പോൾ അടുത്ത ദിവസം ഈ ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്ക് ഔട്ട് ചെയ്തിട്ട് റീടെസ്റ്റ് ചെയ്ത് നോക്കാം. റീടെസ്റ്റ് ചെയ്ത് തിരിച്ച് മുകളിലേക്ക് പോകുകയാണെങ്കിൽ നമുക്ക് ബൈ എടുക്കാവുന്നതാണ്. അതല്ല താഴേക്കാണെങ്കിൽ ബ്രേക്ക് ഔട്ട് എടുക്കുകയാണെങ്കിൽ ജസ്റ്റ് റീടെസ്റ്റ് ചെയ്ത് താഴേക്ക് വരാണെങ്കിൽ സെൽ എടുക്കാവുന്നതാണ്. താഴേക്ക് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നാളത്തെ ലെവൽസ്. അപ്പോൾ ഈ 2 സ്റ്റോക്സുകളും നിങ്ങളുടെ വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്ത് ഈ ലെവൽസൊക്കെ ഒന്ന് മാർക്ക് ചെയ്ത് ജസ്റ്റ് ബ്രേക്ക് ഔട്ട് ഒന്ന് വാച്ച് ചെയ്ത് നോക്കാം.
അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഈ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് എനിക്കൊന്ന് മെസ്സേജ് ചെയ്താൽ മതി. അതുപോലെ തന്നെ നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഒരുപാട് നല്ല സ്ട്രാറ്റജീസ് വീഡിയോസ് ഞാൻ ഈ ചാനലോട് അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും അടുത്ത ദിവസം വരാം. അതുവരെ നന്ദി, നമസ്കാരം.